നമസ്കാരം, ആത്മഭാരതത്തിലേക്ക് സ്വാഗതം. ഭാരത് ഇന്നോവേറ്റ്സ്. ഫ്രാൻസിൽ മോദി പറഞ്ഞ സന്ദേശം ലോകം കേൾക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാലത്ത് ഇന്ത്യയിൽ പുതിയ ടെക്നോളജി വന്നാൽ നമ്മൾ ആദ്യം ചോദിച്ചിരുന്നത് ഇത് അമേരിക്കയുടേതാണോ അല്ലെങ്കിൽ ഇത് യൂറോപ്പിൽ നിന്ന് വന്നതാണോ? പക്ഷേ ഇന്ന് ലോകം ചോദിക്കുന്നത് മറ്റൊന്നാണ്, ഇത് ഇന്ത്യയാണോ വികസിപ്പിച്ചത്? അതുകൊണ്ടാണ് ഫ്രാൻസിൽ നടന്ന ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടി ലോകശ്രദ്ധ നേടുന്നത്. ഇതൊരു സാധാരണ വിദേശ സന്ദർശനം മാത്രമല്ല, ഇതൊരു പുതിയ ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിൻ്റെ കഥയാണ്. കാരണം ഇന്ന് ഇന്ത്യ വെറും മാർക്കറ്റല്ല, ഇന്നോവേഷൻ ഹബ്ബാകാൻ ശ്രമിക്കുന്ന രാജ്യമാണ്. ഒരു കാലത്ത് ഇന്ത്യയുടെ ഇമേജ് എന്തായിരുന്നു? ചീപ്പ് ലേബർ, ബാക്ക് ഓഫീസ്, IT സപ്പോർട്ട്, കോൾ സെൻറ്റേഴ്സ്, ഇവയായിരുന്നു ലോകത്തിൻ്റെ കാഴ്ചപ്പാട്. പക്ഷേ ഇന്ന് പിക്ചർ മാറുകയാണ്. UPI പേയ്മെൻറ്റ് സർവീസ്, ഡിജിറ്റൽ ഇന്ത്യ, സ്പേസ് മെഷീൻസ്, സെമി കണ്ടക്ടേഴ്സ്, AI, ഡിഫൻസ് ടെക്നോളജി, സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം, ഇവയെല്ലാം ചേർന്ന് പുതിയൊരു ഇന്ത്യ രൂപപ്പെടുകയാണ്. ഇതാണ് മോദി ഫ്രാൻസിൽ എടുത്തു പറഞ്ഞത്. ഇന്ത്യ ഇനി ടെക്നോളജി ഉപയോഗിക്കുന്ന രാജ്യം മാത്രമല്ല, ടെക്നോളജി സൃഷ്ടിക്കുന്ന രാജ്യവുമാണ്. ഇനി ഒരു ഫണ്ണി തോട്ട്. ഒരു കാലത്ത് നമ്മൾ ATM അന്വേഷിച്ച് നടക്കുമായിരുന്നു. പക്ഷേ ഇന്ന് UPI QR കോഡ് അന്വേഷിക്കലാണ്. പല വിദേശ രാജ്യങ്ങളിലും ഇന്ന് ക്യാഷ് ആണ് കിങ്. പക്ഷേ ഇന്ത്യയിൽ ചായക്കടക്കാരനും QR കോഡ് വെച്ചിരിക്കുന്നു. 10 രൂപ ചായ വാങ്ങുമ്പോഴും ഡിജിറ്റൽ പേയ്മെൻറ്റ് നടക്കുന്നു. ഇതാണ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ എന്നാൽ റോക്കറ്റ് മാത്രമല്ല, സാധാരണ മനുഷ്യൻ്റെ ജീവിതം എളുപ്പമാക്കുക എന്നതുകൂടിയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ റെവല്യൂഷൻ ലോകം ശ്രദ്ധിക്കുന്നത്. ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പുതിയതല്ല. സ്പേസ്, ഡിഫൻസ്, ഏവിയേഷൻ, എനർജി, ടെക്നോളജി, ഇവയിൽ ഇരു രാജ്യങ്ങളും വർഷങ്ങളായി സഹകരിക്കുന്നുണ്ട്. റാഫേൽ ഫൈറ്റർ ജെറ്റ്സ്, സാറ്റലൈറ്റ് കോർപ്പറേഷൻ, ന്യൂക്ലിയർ എനർജി ഡിസ്കഷൻ, ഇവയെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ ഫോക്കസ് മാറുകയാണ്. ഇനി ടെക്നോളജി പാർട്ണർഷിപ്പാണ്. അതായത് AI, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അഡ്വാൻസ് മാനുഫാക്ചറിംഗ്, ഗ്രീൻ എനർജി, ഇവയാണ് ഇനി അടുത്ത ചാപ്റ്റർ ആയിട്ടുള്ളത്. ഇനി സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റങ്ങളിൽ ഒന്നാണ്. ഒരു കാലത്ത് ഒരു യുവാവിൻ്റെ ഡ്രീം സർക്കാർ ജോലി എങ്ങനെയെങ്കിലും കിട്ടുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നും പലരുടെയും ഡ്രീം സ്റ്റാർട്ടപ്പാണ്. കമ്പനി തുടങ്ങുക, ആപ്പ് ഉണ്ടാക്കുക, ഗ്ലോബൽ മാർക്കറ്റിലെത്തുക. ഇതാണ് പുതിയ മൈൻഡ് സെറ്റ്. അതുകൊണ്ടാണ് ഭാരത് ഇന്നോവേറ്റ്സ് പോലുള്ള പരിപാടികൾ പ്രധാനമാകുന്നത്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്സ് മാത്രം കൊണ്ടുവരുന്നില്ല, കോൺഫിഡൻസും കൊണ്ടുവരുന്നു. ഇനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യം. ഇന്ന് ലോകം മുഴുവൻ AI കുറിച്ച് സംസാരിക്കുന്നു. അമേരിക്ക, ചൈന, യൂറോപ്പ് എല്ലാവരും മത്സരത്തിലാണ്. ഈ റേസിൽ ഇന്ത്യ പിന്നിലല്ല എന്ന് കാണിക്കാനാണ് പുതിയ ശ്രമങ്ങൾ. കാരണം ഇന്ത്യക്ക് 2 വലിയ ശക്തികളുണ്ട്. ഒന്ന് വലിയ ടാലൻറ്റ് പൂൾ, 2 വലിയ മാർക്കറ്റ്. ഇവ രണ്ടും ഒരുമിച്ചാൽ വലിയ അവസരങ്ങളാണ്. ഇനി സ്പേസ് സെക്ടറിൻ്റെ കാര്യം. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ചന്ദ്രനിൽ ഇറങ്ങി, ചന്ദ്രയാൻ വിജയിച്ചു. ലോകം ഇന്ത്യ അഭിനന്ദിച്ചു. അതിലും ഇൻട്രസ്റ്റിംഗ് ആയത് അത് വളരെ കുറഞ്ഞ ചെലവിൽ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ലോകം ചോദിച്ചു, ഇന്ത്യ ഇത് എങ്ങനെ ചെയ്തു? അതാണ് ഇന്നോവേഷൻ. കുറഞ്ഞ റിസോഴ്സ് ഉപയോഗിച്ച് വലിയ ഫലം കാണുക. ഇനി ഡിഫൻസ് സെക്ടർ. ഒരു കാലത്ത് ഇന്ത്യ വലിയ ഇമ്പോർട്ടർ ആയിരുന്നു. ഇന്നോ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. മിസൈൽസ്, റഡാർസ്, നാവൽ സിസ്റ്റംസ്, ഡ്രോൺസ്, ഇവയിൽ ഇന്ത്യ മുന്നോട്ട് പോകുന്നു. മോദി പല വേദികളിലും പറയുന്നൊരു കാര്യമുണ്ട്, മേക്ക് ഇൻ ഇന്ത്യ. അതിൻ്റെ ലക്ഷ്യം ഫാക്ടറി മാത്രമല്ല, ടെക്നോളജി ഓണർഷിപ്പ് കൂടിയാണ്. ഇനി വലിയ ചിത്രം നോക്കാം. 21ാം നൂറ്റാണ്ടിൻ്റെ ശക്തി നിർണ്ണയിക്കുന്നത് പോപ്പുലേഷന് മാത്രമല്ല, ഇന്നോവേഷനാണ്. AI, ഡാറ്റ, ടെക്നോളജി, എനർജി, റിസർച്ച്, ഇവയാണ് പുതിയ പവർ. ഈ മേഖലകളിൽ ഇന്ത്യ മുന്നേറുകയാണെങ്കിൽ അത് സാമ്പത്തിക വളർച്ച മാത്രമല്ല, ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കൂടിയാണ്. ഇനി ഒരു ഫണ്ണി ഒബ്സർവേഷൻ കൂടി. ഒരു കാലത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ടെക്നോളജി പഠിക്കാൻ വിദേശത്ത് പോയിരുന്നു. ഇന്ന് പക്ഷേ പല വിദേശ കമ്പനികളും ഇന്ത്യയിലേക്ക് വരുന്നു. കാരണം ഇവിടെ ടാലൻ്റ് ഉണ്ട്, മാർക്കറ്റുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവസാനമായി ഫ്രാൻസിലെ ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടി ഒരു കോൺഫറൻസ് മാത്രമല്ല, അതൊരു സന്ദേശമാണ്. ഇന്ത്യ വെറും കൺസ്യൂമർ എക്കോണമി അല്ല, ക്രിയേറ്റർ എക്കോണമി ആകാൻ ശ്രമിക്കുന്നു. ഇന്ത്യ വെറും മാർക്കറ്റല്ല, ഇന്നോവേഷൻ പാർട്ണർ ആകാൻ ശ്രമിക്കുന്നു. ഇന്ത്യ വെറും ഫ്യൂച്ചറിനെ കാത്തിരിക്കുന്നില്ല, ഫ്യൂച്ചർ നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അടുത്ത വലിയ ഇന്നോവേഷൻ റെവല്യൂഷനിൽ ഇന്ത്യ പ്രധാന കേന്ദ്രമാകുമോ? നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യൂ. ചിന്തിക്കുന്നവർക്കായി ആത്മഭാരതം.